കലൂരിൽ യുവതി ആക്രമിച്ച കേസ് മുഖ്യ പ്രതി അക്ബർ നഗരത്തിലെ സെക്സ് റാക്കറ്റിലെ മുഖ്യ കണ്ണിയാണ് എന്ന് വിവരം ലഭിച്ചിരിക്കുന്നു. ഹോട്ടലിൽ നടത്തിയതിന്റെ മറവിലാണ് ഇയാൾ സെക്സ് റാക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നടത്തിപ്പോരുന്നത്. മാസങ്ങളായി തുടരുന്നുവെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഐലാൻഡ് സ്യൂട്ട്സ് എന്ന ഹോട്ടലിൽ പോലീസ് റെയ്ഡ് നടത്തി. ഇയാളുടെ മയക്കുമരുന്ന് ഇടപാടുകളിലും പരിശോധന ഉണ്ടാകും. അക്ബറിനെതിരെ മുൻപ് പോക്സോ കേസും എടുത്തിരുന്നു പോലീസ്. ഇയാൾ ലഹരിപ്പുറത്താണ് യുവതിയെ ആക്രമിച്ചതെന്നാണ് വിവരം. അക്ബർ യുവതികളടക്കം 7 പ്രതികൾക്കായുള്ള അന്വേഷണം തുടരുകയാണ്. ആൽവിൻ, അരുൺ, സാബിത്ത് എന്നിവരെ ഇന്നലെ പോലീസ് പിടികൂടിയ കാര്യം പ്രേക്ഷകർ ഓർമ്മിക്കുമല്ലോ. കഴിഞ്ഞ ഡിസംബറിൽ സെക്സ് റാക്കറ്റ് കേസിൽ ഈ അക്ബറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെയാണ് നമ്മൾ നടുക്കുന്ന ക്രൂരത കണ്ടത്. 2 പെൺകുട്ടികൾ നടന്നു പോകുന്നു, അവരെ കമന്റടിക്കുന്നു, അവരെ ചോദ്യം ചെയ്തതിന് പിന്നാലെ നിലത്തിട്ട് അക്ബറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചവിട്ടിക്കൂട്ടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. തുടർന്നാണ് CCTV കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയത്. അപ്പോഴാണ് ഇതിൽ ഈ ഹോട്ടൽ നടത്തുന്ന, ഈ ലോഡ്ജ് നടത്തുന്ന അക്ബറാണ് ഇതിന് നേതൃത്വം നൽകിയതെന്ന് പോലീസ് കണ്ടെത്തുന്നത്. അക്ബറിന്റെ 3 സുഹൃത്തുക്കളെ ആൽവിൻ, അരുൺ, സാബിത്ത് എന്നിവരെ ഇന്നലെ പിടികൂടിയിരുന്നു. അക്ബറിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇയാൾ കൊച്ചിയിലെ സെക്സ് റാക്കറ്റിലെ പ്രധാനപ്പെട്ട കണ്ണി എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. മാസങ്ങളായി ലോഡ്ജിന്റെ മറവിൽ ഇത്തരത്തിൽ സെക്സ് റാക്കറ്റ് നടത്തുകയായിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ ഇയാൾ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുകയും ചെയ്തിട്ടുണ്ട്. ലഹരി ഇടപാടുകൾ ഇയാൾക്കുണ്ടെന്ന് ഇന്നലെ തന്നെ പോലീസ് വ്യക്തമാക്കിയതാണ്. അതിൽ ഏറെക്കുറെ സ്ഥിരീകരണവും ലഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇയാൾ ഈ സംഭവം നടക്കുന്ന സമയത്ത് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് വഴി അക്കാര്യത്തിലൊക്കെ വിവരം ലഭിക്കുന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. മുൻപ് ഇയാൾക്കെതിരെ ഒരു പോക്സോ കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഈ അക്ബർ അടക്കം ഇനിയിപ്പോൾ 7ഓളം പ്രതികളെ പിടികൂടാനുണ്ട്. ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. DCP ഷഹൻഷായുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പ്രതികളെ അന്വേഷിച്ച് പലയിടങ്ങളിലായി പ്രതികളെ അന്വേഷിച്ച് ഇപ്പോൾ പരിശോധനകളൊക്കെ നടത്തുന്നത്. ഇന്ന് തന്നെ പ്രതികളെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. ഒരുപക്ഷേ സാംസ്കാരിക കളത്തിന് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. രാത്രി ജോലി കഴിഞ്ഞ് തിരികെ വരുന്ന യുവതികളെ മോശമായി പെരുമാറിയത് ചോദ്യം ചെയ്ത യുവതികളെയാണ് നിലത്തിട്ട് ഈ അക്രമി സംഘം ലഹരിയുടെ ഉന്മാദത്തിൽ ചവിട്ടിക്കൂട്ടിയത്. ആ ദൃശ്യങ്ങൾ അങ്ങേയറ്റം നടക്കുന്നതായിരുന്നു. ആ പ്രതികളെ കുറിച്ചുള്ള നടക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.